വളരെ നാളുകൾക്ക് ശേഷം അമൃത സുരേഷ് ബാല വിവാദങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങുകയാണ്. തന്നെയും കുഞ്ഞിനെയും വഞ്ചിച്ചു എന്ന ആരോപണത്തോടെ അമൃത സുരേഷ് മുൻ ഭർത്താവ് ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പിന്നാലെ ബാലയുടെ വക്കീലും ഭാര്യ കോകിലയും പങ്കിട്ട സ്റ്റാറ്റസ് ആണ് വൈറലായി മാറുന്നത്. തന്റെ ഭർത്താവിനെതിരെ ഇനിയും മോശമായി പറഞ്ഞാൽ താൻ കേട്ടിരിക്കില്ല എന്ന് മുൻപൊരിക്കൽ കോകില പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കോകില രംഗത്ത് വന്നത് എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ നോക്കുന്നത്. ബാല വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ തന്റെ ഒപ്പ് വ്യാജമായിട്ടു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു, മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക വരെ പിൻവലിച്ചു എന്നാരോപിച്ചാണ് ബാലയ്ക്കെതിരെ അമൃത പരാതി നൽകിയത്. കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി, മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു, പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു, ഇൻഷുറൻസ് തുക പിൻവലിച്ചു, ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം പിൻവലിച്ചു, വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയത്. പിന്നാലെയാണ് കോകിലയുടെ സ്റ്റാറ്റസ്. സത്യമാണ് വിജയം എന്ന ക്യാപ്ഷനോടെ ബാലയുടെ വക്കീലും രംഗത്ത് വന്നിട്ടുണ്ട്. മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് തുകയും 15 ലക്ഷം രൂപയുമായിരുന്നു. ആ പേജ് തന്നെ കാണാനില്ല. ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഇൻഷുറൻസ് തുക അടക്കം സറണ്ടർ ചെയ്തു എന്ന്. ഇതൊരു കേസായി മുൻപോട്ട് പോകണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ മോൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. ആകെ ഡിവോഴ്സിൽ പറഞ്ഞിരിക്കുന്ന തുകയാണ് 15 ലക്ഷം രൂപ. അത് അവളുടെ പഠനത്തിനും മറ്റുമായി കരുതിയതാണ്. കേസ് വന്നപ്പോഴാണ് ഡോക്യുമെന്റ്സിൽ കൃത്രിമം നടന്നു എന്ന് മനസ്സിലാകുന്നത്. ഇത്രയും കാലം മകളെ മുൻനിർത്തിയാണ് കഥകൾ വന്നിരുന്നത്. എന്നാൽ ആ പറയുന്ന മകൾക്ക് മുഴുവൻ ജീവിതത്തിലേക്ക് കൊടുത്തിരിക്കുന്ന തുക തന്നെ വളരെ തുച്ഛമാണ്. എന്നിട്ടും അത് പിൻവലിച്ചു എന്ന് കേൾക്കുന്നത് വിഷമമാണെന്നും അമൃത പറഞ്ഞു. നേരത്തെ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ നിന്ന് തങ്ങൾക്ക് നോട്ടീസ് കിട്ടി. അതിനൊപ്പം അവർ കോടതിയിൽ നൽകിയ രേഖകളുടെ കോപ്പിയിൽ ഞങ്ങളുടെ ഡിവോഴ്സ് കരാറിന്റെ കോപ്പി കൂടി ഉണ്ടായിരുന്നു. അത് വക്കീലുമായി ചേർന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേജ് മൊത്തത്തിൽ വേറെയാണെന്ന് മനസ്സിലായി. തന്റെ ഒപ്പടക്കം വേറെയാണ്. മകൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അത്. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവൾക്ക് മാത്രമേ പണം എടുക്കാൻ സാധിക്കൂ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുള്ളതാണ്. രേഖ പരിശോധിച്ചപ്പോൾ സംഭവം കാണാനില്ല. ആ പേജ് മുഴുവൻ കൃത്രിമമാണ്. സംശയം തോന്നി ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തതായും പണം പിൻവലിച്ചതായും. ഇതൊരു കേസായി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. കേസിന് ആഗ്രഹിച്ചതല്ല, മകൾക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് ആകെ കിട്ടുന്ന പൈസയാണ്. അതെടുത്തു എന്ന് പറയുന്നത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. മകളുടെ പേരിൽ ആകെ 15 ലക്ഷം രൂപയാണ് മുഴുവൻ ജീവിതകാലത്തേക്കുമായി ഡിവോഴ്സ് ഉടമ്പടി പ്രകാരമുള്ളത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. കല്യാണം, പഠിത്തം എല്ലാത്തിനുമായി 15 ലക്ഷത്തിന്റെ FDയും 1 ലക്ഷം വീതം 7 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പോളിസിയുമാണുള്ളത്. ഇദ്ദേഹം പ്രീമിയം അടച്ച റെസിപ്റ്റ് നമുക്ക് തരണം എന്നാണ്. എന്നാൽ ഇത്രയും നാളായി പണം അടയ്ക്കാതിരുന്നിട്ടും ഞങ്ങൾ കേസിന് പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പണം വേണ്ട, എന്തെങ്കിലും ആകട്ടെ, നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്ന് കരുതി പോവുകയായിരുന്നു. ഇത്രയും നാൾ മകളെ പറഞ്ഞുകൊണ്ടായിരുന്നു ഗെയിം നടന്നുകൊണ്ടിരുന്നത്. അവളെ മുൻനിർത്തിക്കൊണ്ടുള്ള കഥകളായിരുന്നു. അതിൽ വരെ കാപട്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്കത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആകെ കൊടുത്തിട്ടുള്ളത് ഇൻഷുറൻസ് പോളിസിയിലെ ചെറിയ തുകയാണ്. വളരെ കുറച്ചു പൈസയെ അതിലുണ്ടായിരുന്നുള്ളൂ. അതും എടുത്തു. ശരിക്കും ആ കുഞ്ഞിനെ കൂടി പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു നിവർത്തിയില്ലാതെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കുറെ നാളുകളായി ഞാനും കുടുംബവും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയായിരുന്നു. എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുകയായിരുന്നു എല്ലാവരും. എന്നാൽ രേഖകളിൽ ഇത്രയും കള്ളത്തരം കാണിക്കുക എന്നത് ശരിയല്ല. 2022 ഈ പണം എടുത്തിട്ടുണ്ട്. ആ പണത്തിൽ മകളല്ലാതെ വേറെ ആരും തുടരുത് എന്ന് ആ രേഖയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. നാളെ മകൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് ഉത്തരവുണ്ടാകില്ല. കേസ് നടക്കുമ്പോൾ പോലും പണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ മകളുടെ ഭാവിയെ ബാധിക്കും. തന്നെയും മകളെയും പറ്റിച്ചു എന്നത് മാത്രമല്ല, കോടതിയിൽ തെളിവായി കൊടുക്കുന്ന രേഖയിൽ കള്ളത്തരം കാണിക്കുക, തന്റെ കള്ള ഒപ്പിടുക, ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ എഗ്രിമെന്റിന്റെ വിശ്വാസത്തിലാണ് താൻ ഡിവോഴ്സിൽ നിന്ന് പുറത്തു വന്നത്. തന്നെയും പറ്റിച്ചു, മകളെയും പറ്റിച്ചു, ഇപ്പോൾ കോടതിയും പറ്റിച്ചു എന്ന അവസ്ഥയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റാത്തതും സങ്കടമുള്ളതുമായ കാര്യമാണെന്നാണ് അമൃത പറയുന്നത്.